2018 നമ്മെ വിട്ട് കടന്നുപോയി. ഏറിയ പ്രതീക്ഷയോടെയാണ് 2019 ദൈവത്തിൻ്റെ മക്കളാകുന്ന നാം പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ദൈവം ചെയ്തതായ നന്മകൾ ഒട്ടനവധി അത്രേ. തലനാരികളെക്കാൾ അധികമായ നന്മകളെ ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുകയുണ്ടായി. എന്നാൽ പ്രാപിച്ചതിനേക്കാൾ പ്രാപിപ്പാൻ ഉള്ളത് അധികം, കണ്ടതിനേക്കാൾ കാണുവാൻ ഉള്ളത് അധികം. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതിനേക്കാൾ തുറന്നുള്ള ദിവസങ്ങളിൽ ചെയ്യിപ്പാൻ പോകുന്നത് അധികമത്രേ. അതുകൊണ്ട് ഈ ദിവസം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. അതെ, നന്ദി പറയുന്ന ഹൃദയത്തോടെ ശബ്ദത്തോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യഹോശാഫാത്ത് രാജാവ് തനിക്ക് നേരെ കടന്നു വന്നതായ ഗൂഢാലോചന 3 ശക്തികൾക്ക് എതിരെ ജയിച്ചതായി വേദപുസ്തകം പറയുന്നു. എന്നാൽ അവൻ ജയിച്ചത് വാളുകൊണ്ടും കുന്തം കൊണ്ടും അല്ല, ദൈവത്തെ സ്തുതിച്ചത് കൊണ്ടത്രേ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ശബ്ദമുയർത്തി ദൈവത്തിൻ്റെ ജനമാകുന്നതായ യഹോശാഫാത്തും കൂടെയുള്ള പടയാളികൾ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവനെതിരെ കൂട്ടുകെട്ട് ഉണ്ടാക്കി കടന്നു വന്നവർ തമ്മിൽ വെട്ടി തകർന്നതായി ദൈവത്തിൻ്റെ സത്യവചനം പ്രഖ്യാപിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനകളും ശത്രുതകളും തകരുന്ന ഒരു വർഷമാണ് 2019. ദൈവത്തിൻ്റെ ജയഭേരി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതായ ദിവസമാണ് 2019. ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ മേൽ ഉദിക്കുന്നതായ വർഷമാണ് 2019. അതുകൊണ്ട് നന്ദി പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആരംഭ ദിവസങ്ങളിൽ ഈ പുതു സംവത്സരത്തെ നമുക്ക് വരവേൽക്കാം. നീതി സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാ ജയത്തിനു വേണ്ടി ഉദിച്ച് ഉയർന്നിരിക്കുന്നു. ഒരിക്കൽ കൂടെ ക്രൈസ്റ്റ് സെന്റർ ഫാമിലി വചന സന്ദേശത്തിലേക്ക് സസന്തോഷം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇടമുറിയാതെ ഒഴുകുന്ന ഒരു നദി പോലെ നമ്മുടെ അധരത്തിൽ നിന്ന് എന്നും എപ്പോഴും ഒഴുകേണ്ടതാണ് നന്ദി നിറഞ്ഞതായ സ്തോത്ര സ്വരം. ഇന്നലകൾ ദൈവം ചെയ്തതായ നന്മകളിലേക്ക് തിരിഞ്ഞു നോക്കി സർവശക്തനായ ദൈവത്തിന് നാം നന്ദി പറവാൻ കടപ്പെട്ടവരാണ്. നല്ല കാലത്ത് മാത്രമല്ല ദൈവത്തെ സ്തുതിക്കേണ്ടത്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എല്ലാ കാലത്തും ദൈവത്തെ സ്തുതിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ക്രൂശിൽ കയറുന്നതിന് മുൻപ് ശുശ്രൂഷ കാലയളവിൽ മാത്രമല്ല യേശു കർത്താവ് ദൈവത്തെ സ്തുതിച്ചത്. ക്രൂശ് എന്ന വ്യഥയും വേദനയും വെല്ലുവിളിയും അനുഭവിച്ച ശേഷവും ആ സ്തുതിക്ക് ഒട്ടും കുറവ് വന്നിട്ടില്ല. യേശു പിതാവായ ദൈവത്തെ വാഴ്ത്തുന്നു. ദൂത ഇതാണ്: ഒന്നിനും ഒരുത്തർക്കും നിങ്ങളുടെ സ്തുതിയെ തടയുവാൻ അനുവദിക്കരുത്. ഒന്നിനും ഒരുത്തർക്കും നിങ്ങളുടെ ആരാധനയെ തടയുവാൻ അനുവദിക്കരുത്. അതെ, ലൂക്കോസ് വിശേഷം 24-ാം അധ്യായം 30-31 വാക്യങ്ങൾ. ലൂക്കോസ് 24:30-31. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ, അതായത് യേശു, അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അനുഗ്രഹിച്ച് നുറുക്കി ആ എമൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് കൊടുത്തു. ഉടനെ അവിടെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗീയ ഗവൺമെന്റിന്റെ സംഖ്യയാകുന്നതായ 12 ദൈവത്തിൻ്റെ ഗവൺമെന്റിന്റെ സംഖ്യയാണ്. ആ 12 പ്രാവശ്യം യേശു കർത്താവ് വിവിധ ഘട്ടങ്ങളിൽ, വിവിധ വ്യക്തികളിൽ, വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. മരണമല്ല, പാതാളമല്ല, സാത്താനല്ല, ദൈവമാണ് വലിയവൻ എന്നതിന് അന്വർത്ഥമായി അർത്ഥമായി 12 പ്രാവശ്യം യേശു കർത്താവ് പ്രത്യക്ഷൻ ആകുകയുണ്ടായി. ഇവിടെ ഇതാ യെരുശലേമിൽ നിന്ന് എമൗസിലേക്ക് 2 ശിഷ്യന്മാർ കടന്നു പോവുകയാണ്. യെരുശലേമിൽ നിന്ന് എമൗസിലേക്ക് 7 നാഴിക ദൂരമാണ് ഉള്ളത്. സഹോദരങ്ങളെ, 7 നാഴിക എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ. തർക്കിച്ചും വാദിച്ചും തർക്കിച്ചും 2 പേർ നടന്നു പോവുകയാണ്. കാരണം യെരുശലേം പട്ടണം മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് യഹൂദ ജനം വളരെയധികമായി കൺഫ്യൂസ് ആയിരിക്കുന്നു. അവർ ഏറ്റവും അധികമായി തകർക്കപ്പെട്ടിരിക്കുന്നു മാനസികമായി. കാരണം ആ നാളുകളിൽ അവിടെ വലിയ പ്രതീക്ഷയായിരുന്നു. നസ്രേത്തിൽ നിന്ന്, ഗലീലിൽ നിന്നൊരു ഗുരു ഉണ്ടായിരുന്നു. അവൻ വലിയ ശക്തിമാൻ ആയിരുന്നു. വലിയ അത്ഭുതങ്ങൾ അവനിലൂടെ വെളിപ്പെട്ടു. അവൻ കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാന്തമാക്കി അതിന് മുകളിലൂടെ നടന്നു. അവനിലൂടെ ആയിരക്കണക്കിന് ജനം സൗഖ്യമായി. 100 കണക്കിന് വ്യക്തികളിൽ നിന്ന് ഡെയിലി ഭൂതങ്ങൾ പുറത്തു വന്നുകൊണ്ടിരുന്നു.
അവൻ ചില അടക്കാരാധനകളിലേക്ക് കയറി ചെന്ന് അത് റിസറക്ഷൻ സർവീസുകൾ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആരാധനകൾ ആക്കി തീർത്തു. അവൻ മനസ്സലിഞ്ഞ് കുഷ്ഠരോഗിയെ കണ്ട് തൊട്ട് ആ കുഷ്ഠ രോഗിയെ ശുദ്ധമാക്കി തീർത്തു. സോ 10,000-കണക്കിന് യഹൂദന്മാർ അവന്റെ ചുറ്റും കൂടെ നടന്നു. ആയിരങ്ങൾ വിശ്വസിച്ചു ഇവൻ തന്നെയാണ് പ്രവാചകന്മാർ പണ്ടേ പ്രവചിച്ചിരുന്നതായി മെശിഹ. ഇതാ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി റോമക്കാർ ഞങ്ങളെ അധിനിവേശം ചെയ്യുന്നു, റോമക്കാർ ഞങ്ങളെ ഭരിച്ചു വരുന്നു. ഈ റോമക്കാരെ ഓടിക്കേണ്ട സമയം ഇത് അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ കാത്തിരുന്നതായ ഒരു മെശിഹ എന്ന് തോന്നുന്ന ഒരു ഗുരു, ഒരു പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു. മോശയുടെ കാലത്ത് നടക്കാത്തത്, എലീശായുടെ കാലത്ത് സംഭവിക്കാത്തത്, ഏലിയാവിന്റെ കാലത്ത് സ്വപ്നം കാണാത്തത് അവനിലൂടെ ഡെയിലി നടക്കുന്നത് കൊണ്ട് ജനം വിചാരിച്ചു ഹി ഈസ് ഗോയിങ് ടു ബി ദ മെസ്സായ, ഇവനായിരിക്കും ഞങ്ങളുടെ മെശിഹ എന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അവിടെ പ്രതീക്ഷകൾ അസ്ഥാനത്തായി. അവസാനാഴ്ച സകലതും തകിടം മറിഞ്ഞു. ആ ഗുരുവിന്റെ ദൂത് മാറി. അവൻ അറസ്റ്റ് ചെയ്യപ്പെടുവാൻ വേണ്ടി പോകുന്നു, അടിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു, തകർക്കപ്പെടും, ക്രൂശിൽ മരിക്കും എന്നവൻ പ്രവചിച്ചു. എക്സാക്ട്ലി അങ്ങനെ തന്നെ സംഭവിച്ചു. 10,000-കണക്കിന് ജനം കണ്ടു അവൻ തകർക്കപ്പെട്ടത്, ക്രൂശിക്കപ്പെട്ടത്, ക്രൂശിൽ മരിച്ചത്. എല്ലാ പ്രതീക്ഷകളും പോയി. യഹൂദന്മാർ വളരെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് തർക്കിച്ചും വാദിച്ചും രണ്ടുപേർ നടക്കുന്നത്. ഒരുവൻ പറഞ്ഞു കാണും അവൻ മെശിഹ, മറ്റവൻ പറഞ്ഞു അല്ല, മറ്റവൻ പറഞ്ഞു അവൻ ഉയർത്തെഴുന്നേറ്റു, ഇവൻ പറഞ്ഞു ഇല്ല. സത്യവും അസത്യവും തമ്മിൽ പറഞ്ഞ് തർക്കിച്ചും വാദിച്ചും അവർ നടക്കുമ്പോൾ മൂന്നാമത് ഒരുത്തൻ അവരോട് കൂടെ ചേർന്ന് നടന്നു. ആ 7 മൈൽ അഥവാ 12 കിലോമീറ്റർ അവർ ചേർന്ന് നടക്കുമ്പോൾ മൂന്നാമൻ വന്നത് സാഹചര്യം പറവാനല്ല, വചനം പറവാനാണ്. സാഹചര്യമല്ല നാം പറയേണ്ടത്, വചനമാണ് പറയേണ്ടത്. അവൻ വന്നിട്ട് മോശ തുടങ്ങി പ്രവാചകന്മാർ മുഴുവൻ, അർത്ഥം മലാക്കി വരെ, മോശ തുടങ്ങി മലാക്കി വരെ തന്നെക്കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ യേശു ഇതാ അവരോട് കൂടെ ചേർന്ന് നടന്ന് പഴയ നിയമം മുഴുവൻ പ്രസംഗിച്ചു. 7 മൈൽ ദൂരം അഥവാ 12 കിലോമീറ്റർ നടക്കുന്നതിനിടയ്ക്ക് പഴയ നിയമം മുഴുവൻ പ്രസംഗിച്ച് തെളിയിച്ചു. ചാൾസ് സ്പർജൻ, he was the prince of preachers. അതെ, പ്രാസംഗികരുടെ പ്രഭുവായിരുന്നു ചാൾസ് സ്പർജൻ. D.L. മൂഡി പ്രസംഗിക്കുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമായിരുന്നു. യേശു വിളിക്കുന്നു എന്ന ഗാനം ബ്രദർ D.G.S. ദിനകരൻ പാടുമ്പോൾ സ്റ്റേഡിയംസ്, ഗ്രൗണ്ട് മുഴുവൻ 10,000 ഒരുമിച്ചിരുന്ന് കരയുമായിരുന്നു. എന്നാൽ യേശു കർത്താവ് ലോകം കണ്ട ഏറ്റവും വലിയ പ്രാസംഗൻ, ലോകം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ എന്ന പുസ്തകം പറയുന്നു. 7 മൈൽ നടക്കുമ്പോൾ, 12 കിലോമീറ്റർ നടക്കുമ്പോൾ പഴയ നിയമം മുഴുവൻ പ്രസംഗിച്ച് അവൻ തെളിയിച്ചു. നിർബന്ധിച്ച് യേശുവിനെ അവർ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ട് അവനെ ഇതാ ഭവനത്തിൽ കയറ്റി ആഹാരം വിളമ്പി വെച്ചു. അതേ, യഹൂദന്റെ പാരമ്പര്യ പ്രകാരം 2 കരങ്ങളെ ഉയർത്തി ആ ആഹാരത്തിന് വേണ്ടി അവൻ വാഴ്ത്തുമ്പോൾ ആണിപ്പഴുത് കണ്ടു യേശുവിനെ അവർ തിരിച്ചറിഞ്ഞു. സോ കർത്താവ് യേശുവിൻ്റെ പ്രത്യേകമായ സ്വഭാവ രീതിയായിരുന്നു പിതാവായി ദൈവത്തിന് നന്ദി പറയുക. നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ മരണം നടക്കാത്തതിന്, മാരക രോഗം മാറിയതിന്, പ്രതിസന്ധിയിൽ നിന്ന് വിടിവിക്കപ്പെട്ടതിന്, അപകടങ്ങൾ തരണം ചെയ്തതിന്, ആ ബൈക്ക് ആക്സിഡന്റ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാഹനങ്ങളുടെ അടിയിൽപ്പെട്ട് ചതഞ്ഞു പോകാത്തതിന്, നഷ്ടങ്ങൾ ലാഭമായതിന്, കുടിക്കുന്ന വെള്ളത്തിന്, കഴിക്കുന്ന ആഹാരത്തിന്, വലുതും ചെറുതുമായ കാര്യത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞുവോ? നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും നന്ദിയുള്ളവരായിരിക്കുക. ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കുക. വേദപുസ്തകം പറയുന്നു, അനുകൂല സാഹചര്യത്തിൽ മാത്രമല്ല പ്രതികൂലത്തിലും കർത്താവായി യേശു പിതാവായി ദൈവത്തെ വാഴ്ത്തുന്ന, നന്ദി പറയുന്ന ഒരു സ്വഭാവ രീതി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം, 5000 പുരുഷാരം, 10,000 സ്ത്രീകൾ, 20,000 കുട്ടികൾ. ഞാൻ ആവർത്തിക്കട്ടെ, 5000 പുരുഷന്മാർ, 10,000 സ്ത്രീകൾ, 20,000 കുട്ടികൾ തൻ്റെ മുൻപിലിരിക്കുകയാണ്. അവർക്ക് ആഹാരം കൊടുക്കണം. യേശുവിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. ഏതോ വീടുകൾ പറയും ഞങ്ങളുടെ അവസ്ഥ ഇതാണ്, അക്കൗണ്ടിൽ കുറച്ചേ ഉള്ളൂ, അലമാരയിൽ കുറച്ചേ ഉള്ളൂ, സമ്പാദ്യം കുറച്ചേ ഉള്ളൂ, കുഞ്ഞുങ്ങളുടെ ആവശ്യം വലുതാണ്, തുടർന്നുള്ള ദിവസങ്ങളുള്ള ആവശ്യങ്ങൾ വലുതാണ്. സഹോദരങ്ങളെ, യഹോവ ഇരേ, ദാതാവം ദൈവം, നീ മാത്രം മതി എനിക്ക്. നിങ്ങൾക്കായി കരുതുന്നവരായ സ്വർഗത്തിലെ ഒരു അപ്പൻ നിങ്ങൾക്കായി ജീവിക്കുന്നു. അല്പത്തെ എടുത്ത് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുകെ
ഈ ദിവസം നന്ദി പറഞ്ഞാട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ ജനുവരിയിൽ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആവശ്യം വലുതാണ്. പക്ഷേ സ്തോത്രം, ആവശ്യം വലുതാണ്. സ്തോത്രം കർത്താവേ, നീ ഇത് വർദ്ധിപ്പിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ആവശ്യത്തിൽ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. വഴികൾ വാതിലുകൾ തുറക്കുന്നതിനായി സ്തോത്രം. കരുതലുകൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. നന്മയുടെ ഉറവകൾ ഊറി വരുന്നതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ കൃപയാൽ അവൻ വാഴ്ത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവിടെ വലിയൊരു വർധനവ് കടന്നു വന്നതായി വേദപുസ്തകം പറയുന്നു. ഒരു വർധനവ് നിങ്ങളുടെ മുൻപിലുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലോഭത്തിൻ്റെ വർഷമല്ല, ലാഭത്തിൻ്റെ വർഷമാണ്. തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും വീട്ടിലും തിന്ന് നശിപ്പിച്ചത് സകലതും കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ തിരികെ പിടിക്കുന്ന വർഷമാണ്. ശത്രുതൻ്റെ ഗോഡൗണിൽ ഇട്ട് പൂട്ടിയിരിക്കുന്ന സകലതും സകല നാമത്തിനും മേലായ നാസറേന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ തിരികെ പിടിക്കുന്ന ജയഘോഷത്തിൻ്റെ, കോമ്പൻസേഷൻ്റെ, നഷ്ടപരിഹാരത്തിൻ്റെ വർഷമാണ് ഇത്. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരസ്യ ശുശ്രൂഷ വേളയിൽ യേശു വീണ്ടും പിതാവായി ദൈവത്തിന് നന്ദി പറയുന്നു. എന്തിനു വേണ്ടി? After that he rejoiced in the spirit. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 21-ാം വാക്യമാണ് ആത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്. അതെ പിതാവേ, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാനങ്ങേ വാഴ്ത്തുന്നു. 70 പേർ ഇതാ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുത അടയാളങ്ങൾ അവരിലൂടെ സംഭവിച്ചു. എന്നിട്ടവർ സന്തോഷിച്ചുകൊണ്ട് മടങ്ങി വന്നപ്പോൾ മറ്റുള്ളവർക്ക് ഇല്ലാത്തത്, മറ്റുള്ളവർക്ക് കഴിയാത്തത്, മറ്റുള്ളവർ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് ഈ 70 പേരിലൂടെ വെളിപ്പെട്ടപ്പോൾ പിതാവായ ദൈവത്തിന് അവൻ ആനന്ദിച്ച് നന്ദി പറഞ്ഞു. സഹോദരങ്ങളെ, മറ്റാർക്കുമില്ലാത്ത ഒത്തിരി ആത്മീയ അനുഗ്രഹങ്ങളെ ദൈവം തന്നു. വേറെ അനേകരുടെ പേരുകൾ റേഷൻ കാർഡിൽ, ആധാർ കാർഡിൽ, പാസ്പോർട്ടിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ഒരു പിശാചിനും മനുഷ്യനും മായ്ച്ചു കളയാൻ കഴിയാത്ത ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിനെ കർത്താവ് എഴുതി. ദൈവത്തിന്റെ കൃപയാൽ അവൻ നിങ്ങളെ രക്ഷിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. മറ്റാരും ആഗ്രഹിക്കാത്ത വിലയേറിയ സ്നാനം എന്ന വെളിപ്പാട് ദൈവം നിങ്ങൾക്ക് നൽകി. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി. ദൈവത്തിന് നന്ദി പറയാം. മറ്റനേകർ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പള്ളിയിൽ അവസാനത്തെ ആശീർവാദത്തിൽ. പക്ഷേ നിങ്ങൾ കേൾക്കുക മാത്രമല്ല ചെയ്തത്, പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം നൽകി. അതെ, ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ ഒരു യോഗങ്ങൾ പോലും ഡ്രൈ ആയില്ല. നിങ്ങളുടെ ഒരു യോഗങ്ങളിൽ പോലും നിങ്ങൾ ജീവിതത്തിൽ അതേ ശൂന്യത അനുഭവിച്ചില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, ദൈവം നിങ്ങളെ സഹായിച്ചു. കഴിഞ്ഞ കാലം തിരിഞ്ഞു നോക്കിയാൽ, പ്രത്യേകിച്ച് 2018 ഛത്തീസ്ഗഡിൽ, അതെ തെലങ്കാനയിൽ, ആന്ധ്രാപ്രദേശിൽ, ഉത്തർപ്രദേശിൽ, രാജസ്ഥാനിൽ, അതുപോലെ അതെ ഒറീസയിൽ, ദെൻ മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ പ്രദേശങ്ങളിൽ ധാരാളം ഞാൻ യാത്ര ചെയ്യായിരുന്നു. ലക്ഷക്കണക്കിന് ജനം ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടു. 10,000ങ്ങൾ രക്ഷിക്കപ്പെടുന്നത് കണ്ടു, 1000ങ്ങൾ സൗഖ്യമാകുന്നത് കണ്ടു, വിടിവിക്കപ്പെടുന്നത് കണ്ടു, അത്ഭുതങ്ങൾ അടയാളങ്ങൾ കണ്ടു. വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, രാജാതി രാജാവ്, കർത്താതി കർത്താവ് ഈ രാജ്യത്തിൽ ചലിക്കുന്ന ദിവസങ്ങളാണ് ഇത് ഉണർവിൻ തലമുറയാണ്. ഇത് വിടുതലിന്റെ ദിവസങ്ങളാണ്. ഇത് കൊയ്ത്തിന്റെ നാളുകളാണ്. അതിൽ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരു പങ്ക് തരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉണർവിന് വേണ്ടി കരഞ്ഞു എങ്കിൽ, നിങ്ങൾ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചു എങ്കിൽ, നിങ്ങളുടെ ശവപ്പെട്ടി പൊങ്ങുന്നതിന് മുൻപ് ഒരു ഉണർവ് നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നു. അതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നിരിക്കുന്ന ആ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും ദൈവിക വെളിപ്പാടുകൾക്കുമായി, ദൈവിക ദൂതുകൾക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ നന്ദി പറയാം. വീണ്ടും വേദപുസ്തകം പറയുന്നു, പിതാവായ ദൈവത്തിന് യേശു നന്ദി പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 41-42 വാക്യങ്ങൾ വായിക്കുമ്പോൾ, 4 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം യേശുവിതാ ലാസറിന്റെ കല്ലറയ്ക്ക് അരികിൽ വന്നിരിക്കുന്നു. മോർ വെയിറ്റിംഗ്, മോർ ഗ്ലോറി, അധികം മഹത്വം വെളിപ്പെടേണ്ടതിന് വേണ്ടി അധികം താമസിച്ചാണ് യേശു അവിടെ എത്തിയിട്ട് യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പിതാവേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവിടെ വന്നിട്ടല്ല യേശു പ്രാർത്ഥിക്കുന്നത്, പകരം ഓൾറെഡി യേശു കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. നേരത്തെ തന്നെ യേശു പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ലാസറിന് വേണ്ടി, അവിടെ നടക്കുവാൻ പോകുന്ന അത്ഭുതത്തിന് വേണ്ടി യേശു കർത്താവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കാരണം യേശുവിന് അറിയാം എന്താ നടക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, 2018, 2017, 16,
16, 15, 14, 13 ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല മേഘമായി ഉയർന്നു നിൽക്കുന്നു. നിങ്ങളുടെ ഇന്നലത്തെ കണ്ണുനീരുകൾ, നിലവിളികൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അതെല്ലാം ഒരു വലിയ അനുഗ്രഹ മഴയായി ഇന്നലത്തെ പ്രാർത്ഥനകൾ ഇന്നാളുകളിൽ മഴകളായി, അനുഗ്രഹ മഴകളായി നിങ്ങളുടെ മേലും നിങ്ങളുടെ സന്തതിയുടെ മേലും പെയ്തിറങ്ങുവാൻ വേണ്ടി പോകുന്നു. ഓൾറെഡി ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. പണമെടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അത് അവിടെ കിടന്ന് പലിശയും കൂട്ടുപലിശയും ചേർന്ന് പെരുകുന്നത് പോലെ നിങ്ങളുടെ ഇന്നലത്തെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാളത്തെ വലിയ മഹത്വമായി, അനുഗ്രഹമായി, ജയമായി, വിടുതലായി തീരുവാൻ വേണ്ടി പോകുന്നു. ഇന്നലെ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇനി ജൽപ്പനം ചെയ്യാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞതിനായി സ്തോത്രം, മറുപടി വരുന്നതിനായി സ്തോത്രം, മഹത്തരമായ കാര്യം സംഭവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥിച്ച എനിക്ക് പോലും അവിശ്വസനീയമായി തോന്നുന്നതായ വലിയ കാര്യം അവിടുന്ന് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നതിനായി സ്തോത്രം. അതെ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം ഓൾറെഡി കേട്ട് കഴിഞ്ഞതിനായി, അതിൻ്റെ മറുപടികൾ വരുന്നതിനായി, വന്നുകൊണ്ട് ഇരിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതെ, ദൈവം നമുക്ക് നൽകിയ വെളിപ്പാടുകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കുറവുകളിൽ ദൈവം പകരുന്ന വിലയേറിയ വിടുതലുകൾക്കായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യേശു കർത്താവ് പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞ് വാഴ്ത്തി അവനെ സ്തുതിച്ചു എങ്കിൽ നമുക്കും ദൈവത്തെ സ്തുതിക്കാം. യേശുവേ, ഇപ്പോൾ ഇതാ ക്രൂശീകരണം കഴിഞ്ഞിരിക്കുന്നു, അടക്കവും ഉയർപ്പും നടന്നിരിക്കുന്നു. ഇപ്പോഴും പിതാവായ ദൈവത്തെ അവിടുന്ന് സ്തുതിക്കുകയാണോ? ക്രൂശിൽ വെച്ച് 3 പ്രാർത്ഥനയാണ് അവിടുന്ന് കഴിച്ചത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാൻ ഇവരോട് ക്ഷമിക്കണമേ. 3ാമത്തെ പ്രാർത്ഥന, പിതാവേ, തൃക്കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. പക്ഷേ 2ാമത്തെ പ്രാർത്ഥന വളരെ കഠിനമായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കൈവിട്ടു എന്ന തോന്നിയതായ കർത്താവിനെ വീണ്ടും അവിടുന്ന് സ്തുതിക്കുകയാണ്. ഒരു ഡിസാസ്റ്ററിന് ശേഷം, ഒരു തകർച്ചയ്ക്ക് ശേഷം ഇപ്പോഴും കർത്താവിനെ സ്തുതിക്കുക. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ഞാൻ വിചാരിച്ചത് അവിടുന്ന് ആ ശുശ്രൂഷയ്ക്ക് ശേഷം ഓടി സിംഹാസനത്തിൽ കയറുമെന്നാണ്. പക്ഷേ നീ കയറിയത് സിംഹാസനത്തിൽ രാജാവായിട്ടല്ല, പകരം ക്രൂശിലാണ് നീ കയറിയത്. യേശു കർത്താവിനോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ കർത്താവ് യേശു പറയും, ഞാൻ സിംഹാസനത്തിൽ കയറിയെങ്കിൽ നീ നരകത്തിൽ ഇറങ്ങുമായിരുന്നു. എന്നാൽ നരകത്തിൽ ഇറങ്ങേണ്ട നിന്നെ സ്വർഗത്തിൽ കയറ്റണമെങ്കിൽ ഞാൻ ക്രൂശിൽ കയറണമായിരുന്നു. ക്രൂശിനായി സ്തോത്രം. യേശു കർത്താവ് ക്രൂശിൽ കയറിയത് കൊണ്ടാണ് നീ നരകത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ പൗരനായത്. യേശു ക്രൂശിൽ മേൽ കയറിയത് കൊണ്ടാണ് നിത്യ ജീവൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ക്രൂശില്ലാതെ നമുക്ക് കിരീടമില്ല. അതുകൊണ്ട് ആ ക്രൂശ് തിന്മയ്ക്കല്ല, ക്രൂശ് നന്മയ്ക്കത്രേ. ഇന്നും വ്യക്തിയായി, കുടുംബമായി, സഭയായി ഏതെങ്കിലും കുരിശുകൾ നിങ്ങൾ ചുമക്കുന്നു എങ്കിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ആ കണ്ണുനീര്, ആ രോഗം, ആ പ്രതിസന്ധി, അതൊന്നും തിന്മയ്ക്കല്ല. അത് തിന്മയെന്ന് ലോകവും മനുഷ്യനും പറഞ്ഞാലും അതിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഭയങ്കര പദ്ധതിയുണ്ട്. അബദ്ധം പറ്റാത്തവനായ ദൈവം പറയുന്നു സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് അവൻ വീണ്ടും പിതാവായ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചത്. ആ അപ്പം എടുത്ത് കരങ്ങളെ ഉയർത്തി വാഴ്ത്തി സ്തുതിക്കുമ്പോൾ ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞു. ഹേ, നോക്കിക്കേ, ആ കയ്യിലെ ആണിപ്പെടുത്ത് നോക്ക, കയ്യിലെ ആ ദ്വാരം നോക്കിക്കേ, ഇത് മറ്റാരുമല്ല, ഉയർത്തെഴുന്നേറ്റവൻ അത്രേ, ഇത് ഉയർത്തെഴുന്നേറ്റ യേശു അത്രേ. ആണിപ്പഴുത് കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. 7 മൈൽ ദൂരം പഴയ നിയമം മുഴുവൻ കേട്ടിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല. അധ്യായം പുസ്തകം കേട്ടിട്ട് അവർ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ ഒരു സെക്കൻഡിൽ ആണിപ്പഴുത് കണ്ടപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. ഇന്നും 100,000 പ്രസംഗം ടി വിയിലൂടെയും അല്ലാതെയും മൈതാനങ്ങളും സഭകളിലും ഓഡിറ്റോറിയത്തും 100,000 പ്രസംഗവും ദൈവജനം കേൾക്കുന്നുണ്ട്. എല്ലാ പ്രാസംഗന്മാരും ദൈവം അനുഗ്രഹിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ, ബലപ്പെടുത്തട്ടെ. പക്ഷേ ചില മന്ദബുദ്ധികൾ എത്ര കേട്ടാലും മനസ്സിലാകത്തില്ല. മന്ദബുദ്ധി എന്ന് യേശു ആ ഭാഗത്ത് ആ 2 ശിഷ്യന്മാരെ വിളിക്കുകയാണ്. അതെ, ചില മന്ദബുദ്ധികൾ എത്ര കേട്ടാലും അവർക്ക് തിരിച്ചറിയത്തില്ല, മനസ്സിലാകത്തില്ല. അവർക്ക് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ, കേട്ടാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകത്തില്ല, കേട്ടാൽ മനസ്സിലാകത്തില്ല. നിങ്ങളുടെ ജീവിതം കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആണിപ്പഴുതുകൾ അവശേഷിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മുറിവുകൾ അവശേഷിക്കുന്നു എങ്കിൽ,
അടഞ്ഞിരിക്കുന്ന കണ്ണുകൾ പോലെ ആയിരിക്കുന്ന ആരുടെയൊക്കെയോ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് വേണമെന്ന് വെച്ച് അത് ഇട്ടുകളഞ്ഞതാണ്. യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്തിന് ആ ആണിപ്പഴുതിനെ അടയ്ക്കാൻ കഴിയും. ഇത്രത്തോളം നിന്നെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് അതും ചെയ്യുവാൻ കഴിയും. ഈ ദിവസം നീ കൊണ്ട് നടക്കുന്ന മുറിവുകൾ ഉണ്ടല്ലോ, ഈ ദിവസം എന്തുകൊണ്ട് എന്ന് നീ ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് പരിഹരിപ്പാൻ കർത്താവിന് കഴിയും. പക്ഷേ വിത്ത് എ പർപ്പസ് വേണമെന്ന് വെച്ച് പിതാവായ ദൈവം അത് ഇട്ടുകളഞ്ഞു. വേണമെങ്കിൽ പേച്ച് വർക്ക് ചെയ്ത് അങ്ങനെ ഒരു മുറിവേ അവിടെ ഇല്ല എന്ന് സൃഷ്ടികർത്താവിന് വെളിപ്പെടുത്തുവാൻ കഴിയും. പക്ഷെ വേണമെന്ന് വെച്ച് പിതാവായ ദൈവം അത് വിട്ടുകളഞ്ഞു. എന്തിനു വേണ്ടി? എത്ര കേട്ടാലും മനസ്സിലാകാത്തവർ നിങ്ങളുടെ ജീവിതത്തെ കണ്ട് മനസ്സിലാക്കട്ടെ, കണ്ടറിയട്ടെ. ദൈവം അതിശയവാനാണ്. 2019 ആ വർഷമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ദൈവിക വിടുതലുകൾ പതിനായിരങ്ങൾ കാണുവാൻ പോകുന്നു. നിങ്ങളുടെ ബന്ധുക്കൾ കാണുവാൻ പോകുന്നു. നിങ്ങളുടെ സ്നേഹിതർ കാണുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ വിടുതൽ 5-ാം സുവിശേഷമാകുന്ന നിങ്ങളെ കണ്ട് അതേ അവർ പറവാൻ വേണ്ടി പോകുന്നു. നിന്റെ ദൈവം ജീവിക്കുന്നവനാണ്, നിന്റെ ദൈവം വിടുവിക്കുന്നവനാണ്, നിന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്, നിന്റെ ദൈവം വാതിലുകൾ തുറക്കുന്നവനാണ്, നിന്റെ ദൈവം കണ്ണുനീര് തുടയ്ക്കുന്നവനാണ്, നിന്റെ ദൈവം നിന്ദകളെ മാനമാക്കുന്നവനാണ്, നിന്റെ ദൈവം ശാപങ്ങളെ പൊട്ടിച്ച് അനുഗ്രഹത്തിന്റെ പേമാരിയിൽ നിന്നെ നിർത്തുന്നവനാണ്. അതേ ജനം അത് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിലൂടെ ദൈവം കാണുവാൻ പോകുന്നു. ഈ പ്രവചന ദൂത ഞാൻ അവസാനിപ്പിക്കട്ടെ. നീ ഒരു ദർപ്പണമാണ്, നീ ഒരു കണ്ണാടിയാണ്. അതേ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നതായ സൂര്യൻ്റെ പ്രകാശം റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ 2019 ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിന്നിലൂടെ നിന്റെ കുടുംബത്തിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. ഇത് ഭയങ്കര ഒരു വർഷമാണ്. ഇത് വലിയ ജയത്തിൻ്റെ വർഷമാണ്. ഇത് വലിയ പ്രവൃത്തിയുടെ വർഷമാണ്. കൂട് തുറന്നു വിട്ട സിംഹം പോലെ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്ന വർഷമാണ്.